ഹേ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഇന്ന് നമ്മൾ ട്രിപ്പ് പോകാൻ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. കുറച്ച് ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു കേട്ടോ ട്രിപ്പ് പോകാമെന്നുള്ളത്. അന്നത്തെ ദിവസം നല്ല മഴയാണ്. നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയായിരുന്നു. നമ്മൾ വാഗമണ്ണ് പോകാമെന്നാണ് കേട്ടോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല മഴക്കാറായിരുന്നു കേട്ടോ. നല്ല വിശപ്പായിരുന്നു. നമ്മൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ നേരെ കയറിയത് സരവണ ഭവനിലായിരുന്നു. ആൻഡ് നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ആൻഡ് നമ്മളവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മസാല ദോശയും അതുപോലെ നെയ് റോസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ടൈം എടുത്തു എത്താനായിട്ട്. പിന്നെ നമ്മൾ കോഫി, ചായ വേണ്ടവർക്ക് ചായ, അങ്ങനെ ഒരു ഫാമിലി ട്രിപ്പായിരുന്നു. നമ്മൾ ഫാമിലീസ് ഉണ്ടായിരുന്നു. ആൻഡ് നമ്മളെല്ലാം കഴിച്ചു. അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ആ വട അടിപൊളിയായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട് സാമ്പാറിൽ കഴിക്കാനൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡാക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു. തിരിച്ചു പോയി വരണമല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ഫുൾ ടൈം ഉറക്കം തന്നെയായിരുന്നു. അതുകൊണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ചത്തിരിക്കുകയായിരിക്കും. ഫുൾ ഉറക്കം തന്നെയായിരുന്നു. ഈ ലോങ് ഡ്രൈവ് ആകുമ്പോൾ ഞാൻ ഫുൾ ടൈം ഉറക്കം തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് കുറച്ച് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈം ഉറക്കമായിരുന്നു. അങ്ങനെ നമ്മൾ വാഗമൺ ഹില്ലിലോട്ടാണ് കേട്ടോ കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴക്കാറുണ്ട്, അതേപോലെ തന്നെ നല്ല കോടമഞ്ഞുണ്ട്. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഒരു 12:30 1 മണി ആ ഒരു സമയമാണ്. നല്ല പോലെ കോടമഞ്ഞും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റും ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. രാവിലെ മുതൽ മഴ ആയതുകൊണ്ട് തന്നെ ഒരു തെരി മഴ കുറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്ത് ചാടി. പിന്നെ മുന്നോട്ട് പോകുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാനൊക്കെ ആയിട്ട്. പിന്നെയും നമ്മൾ കാറിൽ കയറി യാത്ര ചെയ്യായിരുന്നു. പോണ വഴി നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ട് ആസ്വദിക്കാൻ പകുതി മുക്കാലും വീഡിയോസും കാര്യങ്ങളും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ആൻഡ് കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല കോടമഞ്ഞൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടൊന്ന് കുറച്ച് നേരം കണ്ട് പിന്നെ വീണ്ടും നമ്മൾ വാഗമൺ ഹിൽസിലേക്കാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നിർത്തി അങ്ങനെയാണ് കേട്ടോ പോയിരുന്നത്. ഓരോ ലൊക്കേഷനൊക്കെ കാണുമ്പോൾ നമ്മൾ ഏതോ മൂവിയിലൊക്കെ പാട്ട് സീനിലൊക്കെ കാണാൻ പറ്റുന്ന പോലത്തെ ഓരോ ലൊക്കേഷൻസ് കണ്ടിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. മല കയറുന്നതിനനുസരിച്ച് മഴ കൂടിക്കൂടി വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല പോലെ മഞ്ഞ് മൂടി, നമുക്ക് റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ വാഗമൺ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് തിങ് എൻ്റെ മൈൻഡിൽ ഓടിയിട്ടുണ്ടായിരുന്നു തേയിലത്തോട്ടമായിരുന്നു. ആൻഡ് നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി തേയിലത്തോട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിങ്ങനെ വരിവരിയായി കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മഴ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചാറിക്കൊണ്ടേ നിൽക്കുമായിരുന്നു. ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. ആൻഡ് കുറച്ച് നേരം ഓരോ സ്ഥലങ്ങളിലായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മഴ കാരണം കൊണ്ട് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ മഴ കാരണത്താൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അഡ്വഞ്ചറസ് പാർക്കാണ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത്. അഡ്വഞ്ചറസ് എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്കൊന്നും വേണ്ട, അങ്ങോട്ട് പോവണ്ട എന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ നമുക്ക് അപാര വിശപ്പായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ആൻഡ് നല്ല കുത്തിരിച്ചോറും സാമ്പാറും ഉപ്പേരിയൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു.
ഫുഡാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴി നല്ല കോടമഞ്ഞായിരുന്നു. അതായത് ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത രീതിക്ക് നല്ല മഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു മലങ്കര ഡാമിൽ കണ്ടോ, വരുന്ന വഴി തന്നെയാണ്. അങ്ങനെ നമ്മൾ മലങ്കര ഡാമിൽ കയറി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഡാമും കാര്യങ്ങളും പുഴയും കാര്യങ്ങളൊക്കെ കണ്ടു. മെയിനായിട്ട് പോയത് പാർക്കിന് വേണ്ടിയിട്ടായിരുന്നു. പാർക്കിൽ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഈ ടൈം ആകുമ്പോൾ തന്നെ നമ്മൾ ഫോണിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ ചായ കുടിക്കാനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ചായയൊക്കെ കുടിച്ച് പിന്നെ ഡിന്നറും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ആകെ എല്ലാവരും ടയേർഡായിരുന്നു. പിന്നെ ചാർജും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ഓക്കെ, ബൈ.